അൻവറിനെതിരെ നിലപാട് കടുപ്പിച്ച് സണ്ണി ജോസഫ്. ഞാനും സതീശനും അടക്കമുള്ളവരുടെ കൂട്ടായ തീരുമാനമാണത്. UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണം. അൻവർ നിലപാട് തിരുത്തണമെന്നാണ് എൻ്റെയും VD സതീശിൻ്റെയും നിലപാടെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. PV അൻവർ തിരുത്തി വരണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ നടത്തിയ പ്രസ്താവനയാണ് കൂടുതൽ കുഴപ്പത്തിലാക്കിയതെന്നാണ് പൊതുവെ അഭിപ്രായം. KC വേണുഗോപാൽ അൻവറെ കാണാതിരുന്നതും അതാണ് കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അവരെ UDFൻ്റെ ഭാഗമാക്കണമെന്ന ലീഗിൻ്റെ താൽപ്പര്യങ്ങൾ ഉണ്ടെങ്കിലും PV അൻവറെ കൂടെ കൂട്ടുന്നത് UDFന് വലിയ തലവേദനയും പൊല്ലാപ്പുമാവുമെന്ന് ചിലർ വിലയിരുത്തുന്നു. PV അൻവറിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. VD സതീശിനെതിരെ അഴിമതി ആരോപണങ്ങളും രാഹുൽ ഗാന്ധിക്കെതിരെ മാപ്പർഹിക്കാത്ത മോശമായ പ്രസ്താവന നടത്തിയതും കോൺഗ്രസ്സുകാരെ വേദനിപ്പിച്ചതും ചൊടിപ്പിച്ചതുമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. PV അൻവറിന് വഴങ്ങേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതോടെ അൻവർ നിലമ്പൂരിൽ തന്നെ മത്സരിക്കുമെന്ന് തീരുമാനത്തിലാണെന്നും അറിയുന്നു. മത്സരിക്കാൻ TMC ദേശീയ നേതൃത്വത്തെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വൈകിട്ടോടെ പുറത്തുവരും. മത്സരത്തിന് ഒരുങ്ങാൻ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ജമ്മു കാശ്മീരിൽ 2 ലഷ്കർ തോയ്ബ ഭീകരർ പിടിയിൽ. ആയുധങ്ങളും ഗ്രാനേഡുകളും കണ്ടെടുത്തു. കാശ്മീർ 2 ലഷ്കർ തോയ്ബ ഭീകരന്മാർ കൂടി അറസ്റ്റിലായി. കാശ്മീരിലെ ഷോപ്പിയാനിൽ സൈന്യവും പോലീസും CRPFും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് ഭീകരരായ ഇഫാൻ ബഷീർ, ഹുസൈൻ സലാം എന്നിവരെ പിടികൂടിയത്. 2 AK-57 തോക്കുകളും 4 മാഗസിനുകൾ, 2 ഹാൻഡ് ഗ്രാനേഡുകൾ, വെടിയുണ്ടകൾ, 5400 രൂപയും ഒരു ആധാർ കാർഡും പിടിയിലായവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പോലീസിൻ്റെയും സായുധ സേനയുടെയും തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് ഭീകരർ പിടിയിലായത്. ഇവരുടെ നീക്കം നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ത്യൻ സേന. വളരെ വിദഗ്ധമായി ഭീകരരെ പിടികൂടിയത് പാകിസ്ഥാൻ്റെ സഹായത്തോടെ ഇപ്പോഴും അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി വരുന്നുണ്ട്. അതിനായി പാകിസ്ഥാൻ പട്ടാളം പ്രത്യേക ട്രെയിനിങ് നൽകി വരുന്നതായും രഹസ്യ വാർത്തകൾ പുറത്തുവരുന്നു. ദേശീയപാത തകർന്നത് ഗുരുതര വീഴ്ച. ഇടിഞ്ഞ ഭാഗം പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്ന് വിദഗ്ധ സമിതി. മലപ്പുറം കുരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ കരാർ ഏറ്റെടുത്ത നിർമ്മാണ കമ്പനികൾക്കും ഉണ്ടായ ഗുരുതര വീഴ്ചയും വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. വിദഗ്ധ സമിതി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറി. മണ്ണ് പരിശോധന ഫലപ്രദമായി നടന്നിട്ടില്ല. ഡിസൈൻ ഉൾപ്പെടെ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഗതാഗത സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. നിർഭാഗ്യവശമായ സംഭവമാണ് നടന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കുരിയാട് മേഖലകളിൽ നെൽപ്പാടങ്ങൾ അടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധനകൾ നടത്തിയിട്ടില്ലെന്നും മറ്റു സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്നതുമാണെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു. കരാറുകാരനായ KNR കമ്പനിയെ ഡീബാർ ചെയ്തതായും അറിയുന്നു. മാസപ്പടി കേസ് തുടർ നടപടികൾ തടഞ്ഞ് ഡൽഹി ഹൈക്കോടതി. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ കോടതിയിൽ SFIO ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് തടഞ്ഞ് ഡൽഹി ഹൈക്കോടതി. CMRL ഫയൽ ചെയ്ത കേസിൽ തീർപ്പാക്കുന്നത് വരെ വിചാരണ കോടതിയിലെ നടപടികളുമായി SFIO മുന്നോട്ട് പോകാതിരിക്കുന്നത് നീതി നിർവഹണത്തിന് ഗുണം ചെയ്യുമെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് പുറത്തിറക്കിയ ഉത്തരവിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. കടലിൽ കലങ്ങിയ ഇന്ധന എണ്ണയുടെ 10% വീണ്ടെടുക്കാൻ കഴിയുക. കടലിൽ എണ്ണ പടർന്നാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് ഇന്ധന എണ്ണ പടർന്നാണ് പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് ദേശീയ ദുരന്ത നിവാരണ മാനേജ്മെൻറ്റ് അതോറിറ്റി NDRFൻ്റെ മുന്നറിയിപ്പ്. അതിനാൽ കപ്പലിൽ നിന്നും ചോരുന്ന എണ്ണ കടലിൽ പടരാതിരിക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്.
കടൽ പ്രക്ഷുബ്ധമായ സമയമാണെങ്കിൽ 10% മാത്രമേ വീണ്ടെടുക്കാൻ കഴിയൂ, അല്ലെങ്കിൽ 25% എണ്ണ വരെ തിരിച്ചെടുക്കാൻ കഴിയുമെന്നായിരുന്നു രാജ്യാന്തര റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ റാലിയിൽ പങ്കെടുത്ത വീഡിയോ പുറത്ത്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനായ ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ സൈഫുള്ള ഖസൂരി സൈഫുള്ള ഖാലിദ് പാകിസ്ഥാനിലെ പഞ്ചാബിൽ ഇന്ത്യ വിരുദ്ധ റാലിയിൽ പങ്കെടുത്തതിൻ്റെ വീഡിയോ പുറത്തുവരുന്നു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഭീകരർക്കും ഒപ്പം ബുധനാഴ്ച റാലിയിൽ പങ്കെടുക്കുന്നതിൻ്റെയും സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച റാലിയിൽ വിദ്വേഷ പ്രസംഗവും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം ഉയർന്നതായും ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു.